വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയുടെ പാട്ടാകാൻ പോവാണ്. സോ ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുവാണ്. ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ബിബിൻ, അവൻ്റെ വക നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. സോ വിശേഷങ്ങൾ കാണാം. 11 മണിയോടുകൂടി തന്നെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ കാർ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. കുറച്ച് ദൂരത്തില്ല നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ നടന്ന് ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ക്ഷേത്രത്തിലെ വള്ളസദ്യയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണു ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ. യുദ്ധകളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിനുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഐതിഹ്യം. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ആറന്മുള വള്ളസദ്യയും അതുപോലെ തന്നെ ആറന്മുള കണ്ണാടിയൊക്കെ അതിപ്രസിദ്ധമാണ്. അപ്പം വള്ളസദ്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമൂഹ സദ്യ എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ്. ഇഷ്ടകാര്യ സാഫല്യത്തിനും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിനും രോഗമുക്തിക്കുമൊക്കെയായിട്ടാണ് ഭക്തർ വള്ളസദ്യ ഭഗവാനായി സമർപ്പിക്കുന്നത്. ആദ്യം തന്നെ വള്ളംകളി സമർപ്പിച്ചിട്ടുള്ള ഭക്തൻ അന്നേ ദിവസം തിരുനടയ്ക്ക് മുന്നിൽ നിറപറ സമർപ്പിച്ചിട്ട് ചടങ്ങ് ആരംഭിക്കുന്നു. അതിനുശേഷം തിരുമേനി പൂജിച്ച് നൽകിയ മാലയും വെറ്റിലയും പൊയിലയുമായി അതതു പള്ളിയോടത്തിൻ്റെ കടവിൽ എത്തി അത് വള്ളത്തിലുള്ള തുഴക്കാർക്ക് നൽകി ശേഷം വഞ്ചിപ്പാട്ട് പാടി ഭഗവാനെ സ്തുതിച്ച് ക്ഷേത്രത്തിൽ വാണാരുളും ഭഗവാനെ ക്ഷേത്രത്തിൽ വാണാരുളും ഭഗവാനെ പാർവതി ദേവിയും ബാല ഈ പാർവതിയും ഞങ്ങൾ പങ്കെടുത്ത അന്നേ ദിവസം 14 കരകളിൽ നിന്നായി പള്ളിയോടങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇനി ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിലെത്തി അവിടെ വീണ്ടും വെറ്റിലയും പുകയിലയും മുത്തുക്കുടയും അഷ്ടമംഗല്യവും എല്ലാമായിട്ട് സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയാണ്. ആ ഒരു ചടങ്ങാണ് അടുത്തതായിട്ടുള്ളത്. വഞ്ചിപ്പാട്ട് പാടി ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിൽ പടിക്കെട്ടിലായി അതത് കരയുടെ നടത്തുന്ന ഭക്തരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാ ഒരുക്കങ്ങളോടും കൂടി തന്നെ വള്ളക്കാരെ സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് സ്വീകരിച്ച് ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വഞ്ചിപ്പാട്ട് പാടി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കണം 3 തവണ. ആ ഒരു ചടങ്ങിലും കൂടെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്.
ഗോവിന്ദ ഹരി വാരത്തോടും കൂടി ഭക്ത കൽപ്പവാരി വാരത്തോടും കൂടി ഭക്ത കൽപ്പ ക്ഷേത്ര പ്രദക്ഷിണവും അതിനുശേഷമുള്ള പൂജയും കഴിഞ്ഞ് അടുത്തത് വള്ളസദ്യയിലേക്ക് കടക്കുകയാണ്. വളരെ പ്രസിദ്ധമായ വള്ളസദ്യ. 64 വ്യത്യസ്ത രുചികളാണ് സദ്യയിൽ അടങ്ങിയിട്ടുള്ളത്. അവയിൽ പലതും ശ്ലോകങ്ങളുടെ രൂപത്തിൽ പാടി ചോദിച്ചിട്ടാണ് വള്ളക്കാർ അത് വാങ്ങുന്നത്. ചോദിക്കുന്നതെന്തും ഇല്ലെന്ന് പറയാതെ വിളമ്പിക്കൊടുക്കുക എന്നതാണ് വിശ്വാസം. വള്ളസദ്യയിൽ പല വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും ഉണ്ട്. പാളത്തൈര്, കദളി വാഴപ്പഴം, പഴം നുറുക്ക്, മാങ്ങാപ്പഴക്കറി, ചേമ്പിലത്തോരൻ, കരിമ്പ്, മെഴുക്ക് പുരട്ടി, ചമ്മന്തിപ്പൊടി, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കറികൾ 64 തരം വിഭവങ്ങൾ
വരുന്നവർക്കൊരു പൈതലുണ്ടാവും. പരിപ്പും നെയ്യും കൂട്ടി കളത്തി വിളിച്ചിരുമ്പോൾ വള്ളക്കാരും നടത്തിപ്പുകാരുമായിട്ട് നമുക്ക് അറിവുന്നില്ലെങ്കിൽ തന്നെയും നമുക്ക് വള്ളസദ്യ ടിക്കറ്റുകൾ കിട്ടാനായിട്ട് KSRTC ഓൺലൈൻ വഴിയായിട്ടും അതുപോലെ തന്നെ ആറന്മുള ക്ഷേത്രത്തിൽ നേരത്തെ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് 250 രൂപ ഒരാൾക്ക് അടച്ചിട്ടും ടിക്കറ്റുകൾ ലഭ്യമാകുന്നതാണ്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹം വള്ളസദ്യയിൽ പങ്കെടുക്കുക, വള്ളക്കാരോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാകുക, അതിന്നിവിടെ സാഫല്യമായിരിക്കുകയാണ്. പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവണം. അടുത്ത വർഷവും ഇതിനായിട്ട് കാത്തിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു.